സോ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് ടെക്നിക്സ് ഇൻ ന്യൂറോഫിസിയോളജി. ന്യൂറോഫിസിയോളജിയിൽ ഏതൊക്കെ ടെക്നിക്സ് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാണ് ബ്രെയിൻ ഇമേജിങ്. ദാറ്റ് മീൻസ് എന്താ, നമ്മൾ ബ്രെയിൻ ഇമേജിങ് പറയുന്നത് ബ്രെയിൻ ഇമേജറി എൻകംപാസസ് വേരിയസ് മെത്തേഡ്സ് ഓഫ് വിഷ്വലൈസ് ബ്രെയിൻസ് ഇന്റേണൽ സ്ട്രക്ചർ. ബ്രെയിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെ പോകുന്നു, പിന്നെ അതുപോലെ തന്നെ ഏതാ MRI CT സ്കാൻ, അതൊക്കെ ഏതാ നമ്മളെ ഈ ഒരു ബ്രെയിൻ ഇമേജിങ്ങിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. ബ്രെയിൻ ഇമേജറി പ്രൊവൈഡ്സ് എന്താ നമ്മളെ മെഡിക്കൽ ഡയഗ്നോസിസും പിന്നെ എന്താ വേരിയസ് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് മേജറായിട്ട് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അതിൽ ഫസ്റ്റ് ഒന്നാണ് CT സ്കാൻ. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി. എങ്ങനെ ഒരു എക്സ്റേ ബീംസും അതുപോലെ തന്നെ അതിൽ ഈ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ അവരെ ഒരു ഡീറ്റെയിൽ ഓഫ് ബോൺസോ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂസോ ബ്ലഡ് വെസൽസോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആ ഒരു ഇമേജസിനെ അതിനെ നമ്മൾ സ്ലൈസസ് ആയിട്ട് എക്സ്റേ ബീംസിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് എന്ത് ചെയ്യുക, അതിനെ നമ്മളതിനെ ത്രൂ ദ കമ്പ്യൂട്ടർ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ആ സ്ലൈസസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക CT സ്കാൻ എന്ന് പറയുന്നത്. CT സ്കാൻ ഏതാ നമ്മളെ എമർജൻസി സിറ്റുവേഷനിലും അതുപോലെ തന്നെ സ്പീഡിലും അതുപോലെ തന്നെ ഇന്റർണൽ ഇഞ്ചുറീസോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടോ എന്നുള്ളതും കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ കഴിയുന്നുണ്ടായിരിക്കും. ദെൻ MRI ഏതാ പവർഫുൾ മാഗ്നസ് റേഡിയോ വേവ്സ് ആണ്. ഏതാ നമ്മളെ ഡീറ്റെയിൽ ഇമേജ് ഓഫ് ബ്രെയിൻ സ്ട്രക്ചർ, ബ്രെയിനിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇമേജ് സ്ട്രക്ചറും പിന്നെ ഏതാ നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് വഴിയാണ് അത് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുന്നുണ്ടായിരിക്കുക. റേഡിയോ ഫ്രീക്വൻസി ഇതാക്കിയിട്ട് ഏതാ ഈ ഒരു അലൈൻമെൻറ്റിൽ എന്ത് ചെയ്യുക, നമ്മളെ സിഗ്നൽസ് ഇതാക്കി കഴിഞ്ഞിട്ട് MRI മെഷീനിൽ സിഗ്നൽസ് ഇതാക്കി കഴിഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യുക, അവിടെ ഒരു അയണൈസിങ് റേഡിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവിടെ ഒരു കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ഹൈ റെസൊല്യൂഷനോ അല്ലെങ്കിൽ 2 or more ഡയമെൻഷനിൽ എന്ത് ചെയ്യുക, അവിടെ ഒരു ഗ്രാമാറ്ററും ഐമാറ്ററും എന്തെങ്കിലും ഡിഫറൻഷിയേറ്റ് ഉണ്ടോ, ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു ഏരിയയ്ക്ക് കൊണ്ടുപോയിട്ട് ഓവറോൾ ഒരു സ്കാനിങ്, ഒരു വലിയ സ്കാനിങ് ആണ് എന്ത് അവിടെ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ PET പോസ്റ്റ്രോൺ എമിഷൻ ടോമോഗ്രഫി. ദാറ്റ് മീൻസ് എന്താ ബ്രെയിൻസിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മേജറായിട്ട് നോക്കുന്നുണ്ടാവുക. ഏതാണ് നമ്മൾ ആ ഒരു ട്രേസറിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ് മെറ്റബോളിക് ആക്ടിവിറ്റി എന്ത് ചെയ്യുക, അത് നമ്മൾ ഈ ഒരു PET സ്കാൻ വഴി 3D ഇമേജസ് ആയിട്ടാണ് എന്ത് നമുക്കിതിൽ കിട്ടുന്നുണ്ടായിരിക്കുക. ദെൻ ഇലക്ട്രോഎൻസെഫലോഗ്രഫി EEG. ദാറ്റ് മീൻസ് നമ്മളെ സ്കാൽപ്പിലോ അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽസ് എന്ത് ചെയ്യുക, നമ്മളെ ബ്രെയിൻ വേവ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് ഇതാക്കിയിട്ട് എന്ത് ചെയ്യുക, സിഗ്നൽസ് അവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. അതിൽ തന്നെ എന്ത് ചെയ്യുക, ഈ ഇതിലാണ് നമ്മളെ ബ്രെയിൻ ആക്ടിവിറ്റിയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഡിപ്രഷൻ്റെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ബ്രെയിൻ വേവ്സും കാര്യങ്ങളും നോക്കിയിട്ട് എന്ത് EEGയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രെയിനിൽ, അങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഈ ഒരു ഇതേപോലെ ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ വേവ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് സിസ്റ്റത്തിലും കാര്യത്തിലും പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് എന്ത് EEGയും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെന്താ അതുപോലെ തന്നെ അവിടെ വേക്ക്ഫുൾനെസ്സും സ്ലീപ്പും പിന്നെ അബ്നോർമൽ ഇലക്ട്രിക്കൽ പാറ്റേണും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നോർമൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് അവിടെ എന്ത് ചെയ്യുക, അവിടെ മേജറായിട്ട് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെറിബ്രൽ ബ്ലഡ് ഫ്ലോ CBF ഏതാ നമ്മളൊരു ടെക്നിക്സ് ഇൻ MRF ഇതിലാണ്. ഏതാ നമ്മളെ വോളിയം ബ്ലഡ് പാസിങ് ത്രൂ ദ ഗിവൺ എമൗണ്ട് ഓഫ് ബ്രെയിൻ ടിഷ്യൂ പെർ യൂണിറ്റ്. മോസ്റ്റ് ഓഫ് ദ ടൈം മില്ലിലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് പെർ 100 gram ഓഫ് ബ്രെയിൻ ടിഷ്യൂ. ഈ ഒരു CBF എന്താ മേജറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക നമ്മളാണ്ടോ ഇതേപോലെ ഒരു പിക്ചറൈസേഷനിൽ നമ്മളൊരു സ്പെസിഫിക് ടെക്നിക്സ് യൂസ് ഗ്രേ മാറ്ററിലോ വൈറ്റ് മാറ്ററിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് എന്ത് നമ്മൾ ഈ ഒരു CBFൽ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ ഉള്ളതാണ് എന്ത് ഈ ഒരു മെത്തേഡ് വഴി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവുക. ദെൻ ലേസണിങ് ഏതാ ഒരു സർജിക്കൽ ടെക്നിക്കാണ്. ഏതാ അവിടെ ഒരു സ്മാൾ ഏരിയസിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലേസണിങ് പ്രൊസീജിയേഴ്സ് ഏതാ നമ്മളെ പാർക്കിൻസൺ ഡിസീസിനും പിന്നെ എസെൻഷ്യൽ ട്രെയിനിനും ക്രോണിക് പെയിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ലേസണിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാർഗറ്റഡ് ഏരിയയിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യുക, അവിടെ ടെക്നിക്സും പിന്നെ സർജിക്കൽ റിമൂവൽ ഇലക്ട്രിക്കൽ കറൻസ് ആ ഒരു ഇലക്ട്രോലൈറ്റിക് ലൈസൻസും പിന്നെ കെമിക്കൽ ഇൻഫ്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യുക കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഇലക്ട്രിക്കൽ സിമുലേഷൻ ഓഫ് ബ്രെയിൻസ്. ഇലക്ട്രിക്കൽ സിമുലേഷൻ
ഓഫ് ബ്രെയിൻ ESB ഇതിലെന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻസോ അതേപോലെ ഇലക്ട്രിക്കൽ ഇമ്പൾസും ബ്രെയിൻ അതൊക്കെ ബ്രെയിനിൽ കറക്റ്റായിട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇതിൽ നോക്കുന്നുണ്ടായിരിക്കുക. വേരിയസ് ഫീൽഡ്സിൽ ന്യൂറോ സൈക്കോളജിയിലും അതേപോലെ തന്നെ നമ്മളെ ബ്രെയിൻ എങ്ങനെ സെൻസറി ഇൻഫർമേഷൻ ചെയ്യുന്നുണ്ട്, മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഇവർക്ക് ഈ ഒരു ടെക്നിക്കിന് വലിയൊരു റോളുണ്ട്. ഇതാണ് കറക്റ്റായിട്ട് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഡിഫറെൻറ്റ് റീജിയൻസിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, ഫങ്ഷൻസിന് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മേജറായിട്ട് നോക്കുന്നുണ്ടായിരിക്കാം. ദെൻ ESBയുടെ ഒരു എക്സാമ്പിളാണ് അവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ECT, ഇലക്ട്രോ കൺക്ലൂസീവ് തെറാപ്പി. ദാറ്റ് മീൻസ് ഒരു അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ത്രൂ ദ ഇലക്ട്രോ റോഡ്സ്, നമ്മൾ ഷോക്ക് അടിപ്പിക്കാറില്ല, ആ ഒരു പരിപാടി പണ്ട് ചെയ്തിരുന്നു ഡിപ്രഷൻ ബൈപ്പോളറിന്. ഇപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, കാര്യമായിട്ട് ചെയ്യുന്നില്ല. DBS മീൻസ് അവിടെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസിനും കാര്യങ്ങൾക്ക് സ്റ്റെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് മേജറായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കുക. പിന്നെ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷനിൽ ഇവിടെ മേജറായിട്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ഓർഗൻസിലും റീജിയൻസിലും ഇതാക്കി കഴിഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യുക, പാർക്കിൻസൺ ഡിസീസോ എസെൻഷ്യൽ ട്രയറോ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇലക്ട്രോലോഡ്സും കാര്യങ്ങളും ഇംപ്ലാന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവിടെ സ്പെസിഫിക് റീജിയൻസിൽ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ള രീതിയിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ട്രാൻസ്ക്രാനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷനിൽ TMSൽ മേജറായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നെർവ് സെൽസും അതുപോലെ തന്നെ സിംറ്റംസും കാര്യങ്ങളൊക്കെ, ഡിപ്രഷൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ട്രാൻസ്ക്രാനിയൽ ഡയറക്റ്റ് കറണ്ട് സ്റ്റിമുലേഷൻ TDCS. ദാറ്റ് മീൻസ് ഈ ഒരു മെത്തേഡിൽ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക എന്ന് വെച്ചാൽ ന്യൂറോ സൈക്കാട്രിക് ഡിസീസും കാര്യങ്ങളും ഇതാക്കി കഴിഞ്ഞിട്ട് അവിടെ സ്ട്രെങ്ത്തും ടൈപ്പും നോക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുക, ഒരു ഇലക്ട്രിക് എനർജി കൊടുക്കുക എന്നുള്ള. ഈ ECTയും അതുപോലെ TDCS ഒക്കെ കറക്റ്റായിട്ടുള്ളൊരു അത്ര സിവിയർ കേസുകളിലൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. അതിപ്പോൾ കറക്റ്റ് ഒരു മെത്തേഡിലൊന്നും നോക്കിയിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ മേജറായിട്ടുള്ള ഈ ഒരു ടെക്നിക്സ് ഇൻ ന്യൂറോ ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. സോ അവർ 4th മൊഡ്യൂൾ ഈസ് കംപ്ലീറ്റഡ്.